ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അത് ഒരു ഫേവറേറ്റ് വീഡിയോ ആണ്. കാരണം ഞാൻ ദുബായിൽ വന്ന സമയത്ത് നമ്മൾ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മൊന്ന് പ്ലാൻ ചെയ്ത ഒരു സ്ഥലമായിരുന്നു ലവ് ലേക്ക്. പക്ഷേ പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ 2-3 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ലവ് ലേക്ക് സ്ഥിതി ചെയ്യുന്നത് അൽഖുദ്ര എന്ന് പറഞ്ഞ നല്ല ശാന്ത സുന്ദരമായ സ്ഥലത്താണ് ഈ ലവ് ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഈ അൽഖുദ്ര ലേക്കിൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു. അവിടെ ക്യാമ്പിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലവ് ലേക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്തിട്ട് അവിടെ സ്റ്റേ ചെയ്ത് ഉറങ്ങിയിട്ടൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ട് രാവിലത്തെ സൺറൈസ് കൂടി കണ്ടിട്ട് തന്നെ പോവാലോ എന്ന് വിചാരിച്ചിരുന്നതാണ്. അങ്ങനെ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റിട്ട് നേരെ ലവ് ലേക്കിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അത് ആ രാവിലത്തെ ആ ഒരു സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണിലെടുത്താലും അത് ആ ഒരു നേരിട്ട് നമ്മൾ കാണുന്ന ആ ഒരു ഇത് കിട്ടില്ല. നല്ല ബ്യൂട്ടിഫുൾ സൺറൈസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ഈ ലവ് ലേക്കിൻ്റെ ഉള്ളിൽ ക്യാമ്പയിൻ ചെയ്യുന്നവരുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പുറത്താണ് ഉണ്ടായിരുന്നത്. ഈ ലവ് ലേക്കിൻ്റെ ഉള്ളിൽ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ നമുക്ക് വെച്ചാൽ കുറച്ച് സെക്യൂരിറ്റി ഒരു സേഫ്റ്റിയാണ്. കാരണം അവിടെ സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ ബാക്കി നമുക്ക് വാഷ്റൂമും എല്ലാം അവിടെ തന്നെ അടുത്ത് തന്നെ ഉണ്ട്. ഇനി നമുക്ക് ലവ് ലേക്കിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം. ഈ ലവ് ലേക്ക് എന്ന് പറയുന്നത്, ഈ ലവ് ലേക്കിന് ഈ പേര് വരാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ ഇതൊരു 2 ലവ് ഹാർട്ട് സിമ്പല് കൂടിച്ചേർന്നിട്ടാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത്. അതുകൊണ്ടാണ് ലവ് ലേക്ക് എന്ന് പേര് വന്നത്. അതുപോലെ തന്നെ കുറേയധികം ഫ്രെയിംസ് ഉണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേയധികം ഫ്രെയിംസ് ഇവിടെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതും എല്ലാം ലവിൻ്റെ ഷേപ്പിലായിരിക്കും. അത് കുറേ തരത്തിലുണ്ട്. ലവ് സൈഡിൽ വെച്ചതും സെൻറ്ററിൽ വരുന്നതും അങ്ങനെ കുറേ തരത്തിലുള്ള ലവ് ഫ്രെയിംസ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഒരു ലേക്കിൽ കുറേയധികം വെറൈറ്റി ഫിഷ് ഉണ്ട്. പിന്നെ സൈഡിൽ അരയനും മറ്റേ താറാവും അങ്ങനെ കുറേയധികം പക്ഷികളുടെ അതിനെ അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ചുറ്റും കാടാണ്. ആ കാടിനുള്ളിൽ ഞങ്ങൾ വരുന്ന ടൈമിൽ തന്നെ ഒരു 2-3 മാനിനെ കണ്ടിരുന്നു. പിന്നെ കുറേയധികം ബേർഡ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര സൗണ്ടാണ്. രാവിലെ എണീറ്റപാട് മുതൽ ബേർഡ്സിൻ്റെ സൗണ്ട് നല്ലോണം ഉണ്ടായിരുന്നു. മീൻ എന്താന്നറിയോ? സിൻ ടർബോട്ടാ അല്ലേ മോളെ? മോളെ ഒരു മീൻ വരുന്നുണ്ട്, കൊണ്ട് വാ. ഭയങ്കര സീൻസാണ്. മോളെ ഇതാ മീമീതാ. ഇത് ശരിക്കും ലവ് ലേക്ക് തന്നെ കേട്ടോ ഷാമിനി.
സുധീഷിനപ്പുറം ഉണ്ടല്ലോ. എന്താ സൂര്യ ഉദിക്കുന്ന ഷാമി രാവിലെ അതെല്ലാം ഒപ്പിടല്ലേ ഏത് മോളെ ഇങ്ങോട്ട് മീനുണ്ട്. എന്താ കുഞ്ഞു മീനുണ്ടാ. ദിയ സൂര്യ നമസ്കാരം ചെയ്യ്. സൂര്യ നമസ്കാരം. നമസ്കാരം. എടാ ഇത് വന്നിട്ട് മിസ്സാവട്ടില്ലടാ ഈ സമയത്ത്. അപ്പുറം ക്ലോസ് ചെയ്യാം. എങ്ങനെ ഏയില്ലേ യാ വെള്ളത്തില്ലേ തണുപ്പൊടിക്കുറ വെള്ളം കൊള്ളാന്നാല് ഭയങ്കര ക്ഷീണാക്ക്. കേക്കല്ല വായി കിഴക്ക്. നല്ല ഇതാ തണുപ്പില്ലേ പറ്റിച്ചൂടാ. നീയാ അതാ മീനൊക്കെ വാ ദീദി. തായ്ക്കി മോളെ ദീദി. ദീദി തായ്ക്കി. ദീദി തായ്ക്കി തായ്ക്കി. മീൻ വലിയ മീൻ. വെറുതെ തണുപ്പെടുക്കാൻ
ഇവിടെ പിടിക്കാനല്ലേ ആകെ അത്രയില്ല ചൂട് ചൂടാ ചൂടൊന്നുമല്ല ചൂട് നിക്ക് വീണല്ലേ എല്ലാം മുങ്ങിച്ചാവും ഞാൻ രക്ഷിക്കൂല അങ്ങനെയല്ല എനക്ക് സമ്മാനം വെള്ളം കൊണ്ടുവിടാം അതാ വലിയ പ്രശ്നം അതെനക്ക് മുമ്പേറെ നിധി നിധി ഞാൻ മീനെ പിടിച്ചോ മീ മീ ഷുരുട്ടുരുട്ടുരുട്ടുരുട്ടു രസമുണ്ട് എന്താ പിന്നെ ഇടണല്ലോ ആ ആരാ ഇവിടെ ആ പാന്റ് പൊന്തിക്ക് എന്തെന്താ മീനല്ലേ ഞങ്ങളുടെ മീൻ നമ്മളാടിണ്ടായിരിക്കും ഇല്ല ഇവിടുത്തെ മീനുണ്ട് നിധിക്കുട്ടി ചവിട്ടിക്കോ ചവിട്ടിക്കോ ഇതിന്റെ മീൻ വല്ല ഓളോ എന്നിട്ട് ഫോട്ടോ എടുക്കുന്നു ഇവിടെ അടങ്ങ് അടങ്ങ് അയ്യോ വീട് നല്ല സിനിമ അങ്ങോട്ട് പോലടാ വാ നോമ്പുണ്ട് ആ കൊടുത്തു വരണ്ടും കൊണ്ടുപോയി ആ എന്ത് ശാമിൽ സീൻ ഒരു ഫിഷിങ്ങിന്റെ പോകുന്നില്ല മോളെ വാ 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 സൂചിച്ചേ ഓളെ തട്ടറ തട്ടിക്കോ തട്ടിക്കോ സുധീഷ് ഓളെ തട്ടിക്കോണെങ്കിൽ തട്ടിക്കോളാന്ന് ലവ് ലേക്കിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇത് തന്നെ മോർണിംഗ് ഒരു വാക്ക് ഉണ്ട് ഇതിൽ
ഇത് വിളിച്ചാ വരുന്നുണ്ട്. ഞാൻ ക്രോസ് ആക്കാൻ പറഞ്ഞു ഇങ്ങോട്ട്. നല്ല സമയമല്ല അമ്മ ഇറങ്ങി. നല്ല പ്രോട്ടീനാ ഇപ്പൊ കിട്ടുക ഈ സാധനം. ഇത് നമ്മ കൊറേ നോക്കി നിന്നാ മതി. ഭയങ്കര സംഭവമാണ് നമ്മുടെ ശരീരത്തിന്റെ എത്രയോ സാധനം കുറച്ച്. കൂടുതൽ കുറയണ്ട, കൂടുതൽ കുറയണ്ട. എവിടെ നടക്കാനൊക്കെ മണ്ണിൽ ഇറങ്ങില്ല. എന്താ അവസ്ഥ? മണ്ണിൽ ചവിട്ടി വളരണം. ഇപ്പോൾ നമ്മൾ എവിടെയാണ്? മോളെ താറാവ് 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 മുകളിലേക്കൊന്നു. എടാ താറാവ് പുറത്തേക്ക് വരുന്നുണ്ട് മുകളിലേക്ക്. എടാ ഈ പുള്ളിണ്ടാടാ. അല്ല അല്ല ബേജാറ് കരച്ചൊന്നുമില്ല. നല്ലൊരു സീനായിരുന്നു. പോയി ദീദി ഒട്ടക പക്ഷിയാ? ആ ശ്യാമി ഇതാ അങ്ങോട്ട് പോ. ഇതാ ഈടെ എൻ്റെ ഉള്ളിൽ കാട്ടു ചോർത്തു. ഏത് ഉള്ളിക്കറ് ഉള്ളിക്കറ് ആർന്നെങ്കി ആർന്നെങ്കി ആ ഇപ്പൊ ഇല്ലല്ലോ ആകെ 3 ആളില്ലോ. പോയിക്കോ. അവര് വരും. ഇതെല്ലാം ആക്കിനെ മോളെ. ഇതാ മീമി മീമി. സാമി എന്നെ ഫോൺ എടുത്തിട്ട് ഫോട്ടോ എടുക്ക്.
എന്തിനാ ട്രോളി നല്ല മാണ്ടിട്ടാ നോക്ക് നോക്ക് വായിച്ച് ओ रात भाई तेरा हाथ चलो വാ വാ അതിനകത്ത് ഏയ് ഇവിടെ പോകുന്നു ഓട്ടോക്കി അരിയാണ് നിൽക്കലാണ് നോക്ക് ഫോണിൽ നോക്ക് ഇങ്ങോട്ട് നോക്ക്. അങ്ങനെ എടുത്തോ അത് മറ്റേ അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക്. ഇങ്ങനെയൊക്കെ അപ്പൊ വെയിലടിക്കൂല ഇങ്ങനെ ഇത് ഇങ്ങനെയല്ലേ വേട്ടെ മറ്റേ ആ ആ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആ അങ്ങനെയൊക്കെ അപ്പൊ വെയിലടിക്കൂല ഇങ്ങോട്ട് നോക്കുകയും ചെയ്യും ഇങ്ങോട്ട് നോക്കുകയും ചെയ്യും ചിരി ഫോട്ടോയിൽ കിട്ടൂല നിധി പോ മോളെ സുമിക്കിന് പരിഗണം നല്ല ഫോട്ടോ എടുക്കാം അതറിയല്ലറിയും അതാണ് ഇവിടെ പ്രശ്നം. വിട മീനെടുക്കും അങ്ങനെ മീന ശല്യം ചെയ്ത് മടങ്ങി പോകുന്ന മീനെടുക്കും പോലെ മീൻ കിട്ടി കണ്ണ് ചിമ്മിട്ടായിട്ട് ആ മീൻ്റെ കണ്ണ് കാണുന്നുണ്ട്, ബാക്കി എല്ലാവരും കാണുന്നില്ലേ? അതിന്റെ കണ്ണൊട്ട് കാണുന്നു. നല്ല ഉറക്ക് പാടാ. വഴുതി താഴത്തേക്ക് പോകുന്നു. ഇങ്ങോട്ട് മീന് വീണാ നിങ്ങൾ ഇടന്നെ ഇതാവട്ടോ. അതല്ലടാ നമുക്ക് എടുക്കാൻ കഴിയാതെ അത് കാണുന്നില്ലേ? നമുക്ക് പിടിച്ച് എടുക്കാൻ കഴിയില്ല. വഴുതി അങ്ങ് പോകും വെള്ളത്തിലേക്ക്. ഓം വരെ തിരിച്ചു ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടി വരും. പിന്നെ മീന്റെ ഭക്ഷണം നിന്നോ? മീന്റെ ഭക്ഷണം ഒരു മാസത്തേക്ക് നല്ല ഉറക്കതാ. നല്ല ഉറക്കം തന്നെയില്ലേ? മണ്ണിൽ കിടന്ന് ഉറങ്ങണക്കാണ്. മണ്ണിൽ കിടന്ന 10 മിനിറ്റ് ആയിട്ട് കിടന്നിട്ട് അപ്പളൊക്കെ വന്നിട്ട് വിളിച്ചു. അതുവരെ ഇവരെല്ലാവരും കിടന്നു. നീ ഞാൻ കിടക്കാൻ കൊറേ വൈദ്യുതി ഇല്ല. നിങ്ങൾ അന്താക്ഷരി കഴിഞ്ഞിട്ട് കഴിയുമ്പോ നമ്മ ഉറങ്ങിട്ട് ആ സമയത്തല്ല നമ്മ ഉണ്ട്. അല്ല നമ്മ ലാസ്റ്റ് കിടന്നത് അത് കഴിഞ്ഞോടെ ഉറങ്ങില്ലേ നിങ്ങൾ എല്ലാരും? ശരിക്കും ഉറങ്ങേണ്ട ഞാനാണ്. അമ്മ ഉറക്കാൻ മതിടാ പോവാ. അപ്പൊ ലവിലേക്ക് പോലെ കമണി
അത് നല്ലോണം ഇറക്കുന്നുണ്ട്